ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കണ്ണൂരേക്കാണ്. ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോവുകയാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് കണ്ണൂർ വരെ പോകുന്നത്. അപ്പോൾ ആലുവയിൽ നിന്നാണ് നമ്മൾ ട്രെയിൻ കയറിയിട്ടുള്ളത്. അപ്പോൾ ട്രെയിനിൽ നമ്മൾ കപ്പലിന് മേടിച്ച ആ ഒരു കടലാസിൽ കണ്ട ഒരു പടം ഉണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് ഏത് ലാംഗ്വേജ് ആണെന്നൊന്നും അറിയില്ല, പക്ഷെ നന്നായിട്ടുണ്ട്. അപ്പോൾ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് നമ്മൾ പുതിയ ആൾക്കാരെ, പുതിയ സ്ഥലത്തുള്ള ആൾക്കാരെയും എല്ലാവരെയും പരിചയപ്പെടുന്ന ഒരു യാത്രയാണല്ലോ. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഒരു 2 മണിയോടുകൂടി കണ്ണൂരെത്തി. ആദ്യം തന്നെ റെയിൽവേ സ്റ്റേഷൻ റോഡിന് ഓപ്പോസിറ്റുള്ള ഒരു ഹോട്ടലിൽ റൂം എടുത്തു. ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഓരോ നാരങ്ങവെള്ളവും കാച്ചി നമ്മൾ നേരെ പോയത് കണ്ണൂർ ഫോർട്ടിലേക്കാണ്. കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാറിയാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ടിക്കറ്റിൻ്റെ ഫീ വരുന്നത് 25 രൂപയാണ്. വർഷം 1505 പോർച്ചുഗീസുകാരാണ് ഈ കോട്ട പണിതത്. പിന്നീട് 1663 ഇത് ഡച്ചുകാർ കൈവശപ്പെടുത്തി. 1790 ഇത് ബ്രിട്ടീഷ് ഭരണത്തിലേക്ക് മാറി. അറബിക്കടലിനെ മുഴുവനായി കാണാൻ പറ്റുന്ന വ്യൂ പോയിന്റുകളും ശത്രുക്കളെ നിരീക്ഷിക്കാനുമുള്ള സ്ഥലങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. അറബിക്കടലിലൂടെയുള്ള വ്യാപാരവും സൈനിക നിയന്ത്രണവും നടത്താൻ വേണ്ടിയാണ് ഈ കോട്ട രൂപകൽപ്പന ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. കോട്ടയുടെ മുകളിലെ പാതയിലൂടെ നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു. ഇവിടെ പലയിടങ്ങളിലായി വെച്ചിട്ടുള്ള പീരങ്കികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവ കടലിലൂടെ വരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. വളരെ കട്ടിയുള്ള ചെങ്കല്ലുകൾ കൊണ്ടാണ് ത്രികോണാകൃതിയിലുള്ള ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ പോയത് റൂമിലേക്കാണ്. അവിടെ നിന്ന് ഫ്രഷ് ആയതിനു ശേഷം നേരെ കല്യാണ വീട്ടിലേക്കും. പ്രൈവറ്റ് ബസ്സിലാണ് നമ്മൾ കല്യാണ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കല്യാണം കൂടി അന്ന് രാത്രി തന്നെയുള്ള ഒരു പ്രൈവറ്റ് ബസ്സിന് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് കയറി. വെളുപ്പിന് 6 മണിയായപ്പോൾ നമ്മൾ നാട്ടിലെത്തി. അങ്ങനെ നാട്ടിലെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു.